ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടി. രോഹിത്തിനെയും കൂട്ടി ബാലചന്ദ്രനും അലീനയും വീട്ടിലേക്ക് എത്തുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങി പതിയെ വീടിനകത്തേക്ക് കയറുമ്പോൾ പോലും രോഹിത്തിന്റെ മനസ്സിൽ ആ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. ബാലചന്ദ്രൻ അവരെ ഒന്ന് സമാധാനിപ്പിക്കും മട്ടില്ല അവന്റെ തോളത്തുനിന്ന് തട്ടിയിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. കൃഷ്ണമോളും ബബിലിയൊക്കെ രോഹിത്തിന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ജാമ്യം കിട്ടി എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ ബാലചന്ദ്രൻ വിളിച്ച് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത്തിനെ കൂട്ടി ഇവരകത്തേക്ക് കയറി വരുന്ന കാണുമ്പോഴേക്കും കൃഷ്ണമോക്കും ബബിലിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രോഹിത്തേട്ടന് ജാമ്യം കിട്ടിയതിന്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രോഹിത്തിന്റെ മനസ്സിൽ ആ ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. രോഹിത്തിന് ഇവരെ ഫേസ് ചെയ്യാൻ അപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരുന്നു. രോഹിത്ത് നേരെ റൂമിലേക്ക് കയറി ചെന്ന് വാതിലടക്കുകയാണ് ചെയ്യുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട, അവന് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. ഇത്രയും ദിവസം അവൻ ജയിലിൽ കിടന്നിട്ട് വന്നതല്ലേ, അവൻ ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എല്ലാം പതിയെ പതിയെ മാറിക്കോളും എന്നിങ്ങനെ പറയും കേട്ടോ ബാലചന്ദ്രൻ. ഇതേ സമയത്ത് രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞിട്ട് കൊല്ലപ്പള്ളിയിൽ കമല ആകെ ദേഷ്യത്തിലാണ്. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. കണ്ടില്ലേ, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയിട്ടാണെങ്കിലും അയാളുടെ മകനെ രക്ഷപ്പെടുത്തിയെടുത്തു. അലീനയുടെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അയാൾ അയാളുടെ കാര്യം കണ്ടില്ലേ. നിങ്ങൾ നിങ്ങളുടെ മോനെ രക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കമല അവരോട് ദേഷ്യപ്പെടുന്നത്. കമല പറയുന്നുണ്ട്, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ അലീന ശരണ്യെ കാണാൻ പോകുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം ഇതായിരിക്കുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പുച്ഛിച്ച് തള്ളുകയല്ലായിരുന്നോ? കണ്ടോ ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ മാറി മറിഞ്ഞെന്ന്. അവൾക്ക് അല്ലെങ്കിലും ആൾക്കാരെ കയ്യിലെടുക്കാൻ നല്ല കഴിവുണ്ട്. അവൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയത്. എന്നിട്ട് അവളോട് തന്ത്രത്തിൽ കാര്യം പറഞ്ഞ് രോഹിയെ മാത്രം രക്ഷപ്പെടുത്തി എടുത്തതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഇവരോട് ദേഷ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. എന്റെ മകന് ജാമ്യം കിട്ടാതെ അവന് മാത്രം ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. മനു പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതാ അച്ഛാ ശരി. അമ്മയുടെ തലയിൽ നെല്ലിക്കത്തളം വെക്കാറായി. അമ്മയോട് എത്ര തവണ പറഞ്ഞു രോഹിത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ലാന്ന്. രോഹിത് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് ആ പെൺകുട്ടി തന്നെയല്ലേ ജഡ്ജിയുടെ അടുത്ത് തുറന്നു പറഞ്ഞത്. പക്ഷേ ഹരിയുടെ കാര്യം അങ്ങനെയല്ല. ഹരിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ശരണ്യമായിട്ട് സ്നേഹത്തിലായിരുന്നതും അടുപ്പത്തിലായിരുന്നതും അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയതുപോലും ഈ ഹരിയായിരുന്നു. ഇതിന്റെ പിന്നിൽ നടന്ന പ്ലാനിങ്ങിന്റെ മുഖ്യ പങ്ക് നമ്മുടെ ഹരിക്ക് തന്നെയാ. അതുകൊണ്ട് അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടുമെന്നും പറയുക കേട്ടോ മനു. പിന്നെ അവനെ പോലെ ഒരുത്തിന് ജാമ്യം കിട്ടണമെന്ന് അമ്മ എന്തർത്ഥത്തിലായി പറയുന്നേ? അച്ഛനോടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടാന്ന്. പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കുകയില്ല എന്നുള്ളത് എനിക്കും അറിയാമായിരുന്നു. കാരണം ഇത് മോഷണ കേസോ അല്ലെങ്കിൽ അടിപിടി കേസോ അങ്ങനൊന്നും അല്ല. ഇത് സംഭവം പീഡന കേസാ. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ തന്നെയാണ് മനുവും പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അലീന അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല ശരണ്യെ കാണാൻ പോയത്. രോഹിയെ രക്ഷിക്കണമെന്നോ രോഹി നിരപരാധിയാണെന്ന് കോടതിയിൽ പറയണമെന്നോ ഒന്നും തന്നെ ശരണ്യോട് ഇതുവരെ അവൾ സംസാരിച്ചിട്ടില്ല. നിന്റെ മനസാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം നീ ചെയ്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും പറയുന്നത് നീ കേൾക്കേണ്ട കാര്യമില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നീ പറയുക. രോഹിത് കുറ്റക്കാരനാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അവന്റെ പേര് നീ പറയണമെന്ന് തന്നെ അലീന പറഞ്ഞേക്കുന്നത്. ഇവിടെ അലീന ഒരു തരത്തിലും അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല അച്ഛാ. പലപ്പോഴും ഞാനും ബാലചന്ദ്രൻ അങ്കിൾ പോലും അവളോട് അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ടും അവൾ പോയി. അത് അവളുടെ മനസ്സിലെ നന്മ കൊണ്ടാ. ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ എല്ലാവരും കൂടി ഒരു അടച്ചുമുറിക്കാൻ താക്കുമല്ലോ. അങ്ങനെ അവളെ ജീവിതത്തിന്റെ ഇരുട്ടറകളിലേക്ക് പറഞ്ഞു വിടാതെ അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി മാത്രമാണ് അലീന എന്നവിടെ പോയത്. അതവൾ അവളുടെ സ്വന്തം ജീവൻ പണയം വെച്ചാ പോയതും. ഇവിടെ ശരണ്യ എടുത്തിരിക്കുന്ന തീരുമാനം അത് ശരണ്യയുടെ മാത്രം തീരുമാനമാണ്. അതിൽ ആർക്കും ഒരു റോളും ഇല്ല എന്നൊക്കെ തന്നെ നമ്മുടെ മനു പറയുമ്പോഴേക്കും, പിന്നെ അലീന അവള് പറയുന്നൊക്കെ നീ കേട്ട് വിശ്വസിക്കുമായിരിക്കും. എന്നാൽ അവള് പറയുന്നൊക്കെ കേട്ട് അതേപോലെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അത്ര ബുദ്ധിയില്ലാഴിയൊന്നുമില്ല. എനിക്കിന്ന് മാത്രമല്ല, ആരോട് വേണമെങ്കിലും നീ പോയി ചോദിച്ചു നോക്കുക, അവരെല്ലാവരും ഇത് തന്നെ പറയുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം അവളെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അലീന അവിടെ ചെന്നത്. അന്ന് ആദ്യത്തെ ദിവസം ചെന്നപ്പോഴേക്കും എല്ലാവരും കൂടെ മണ്ണയിൽ കുളിപ്പിച്ച് നിർത്തിയായിരുന്നല്ലോ. അന്ന് പോലീസ് കേസെടുക്കാനായിട്ട് കടപ്പാട്ടൂർ വന്നപ്പോഴേക്കുവേ എനിക്കൊരു പരാതിയില്ല, അവരൊക്കെ അറിയാതെ ചെയ്തതാണ് എന്നും പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുകയല്ലേ ചെയ്തത്. കേസായിട്ട് മുന്നോട്ട് പോയാൽ അവൾ മനസ്സിൽ വിചാരിക്കുന്നൊന്നും നടക്കുകയില്ലെന്നുള്ളത് അവൾക്ക് അറിയാവടാ. അതുകൊണ്ടാ അവൾ അതൊക്കെ മനഃപൂർവ്വം മനസ്സിലാക്കി തന്ത്രപരം നീങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവൾ ഉദ്ദേശിച്ച കാര്യം അവൾ നേടിയെടുത്തില്ലേ? രോഹിത് നിരപരാധിയാണെന്ന് അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവന് ജാമ്യം നേടിയെടുത്തില്ലേ? അതാ അവളുടെ കഴിവ്. നിങ്ങൾ ഇത്രയും ആണുങ്ങൾ നെട്ടോട്ട് ഓടിയിട്ട് എന്തെങ്കിലും അടുപ്പിക്കാൻ പറ്റിയോ? ഇല്ല. അവൾ ഒരു പെണ്ണായിട്ട് കൂടി അവൾ ജാമ്യം മേടിച്ചു കൊടുത്തു. എല്ലാവരെയും വശീകരിച്ച് കയ്യിലെടുക്കാൻ അവൾ മിടുക്കിയ. അവൾ അതിനുള്ള പ്രത്യേക കോഴ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾ എന്ന് ഈ രണ്ട് കുടുംബത്തിലും കാല് കുത്തിയോ അന്ന് തൊട്ട് തുടങ്ങി ഈ രണ്ട് കുടുംബത്തിലും കഷ്ടകാലം. ഇനി എന്ന് അവൾ ഈ വീടിനെ പടിയിറങ്ങുമോ അന്ന് ഈ വീടൊക്കെ ഗതി പിടിക്കുള്ളൂ എന്നൊക്കെ തന്നെ കമല ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ശിവനാണെങ്കിലും ചെറിയൊരു മനംമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം വൈജ പ്രസവിച്ച സ്വന്തം മോളാണ് എന്നൊക്കെയുള്ളത് നമ്മുടെ ശിവനെ അറിയാമെങ്കിലും സ്വന്തം മകന് ജാമ്യം കിട്ടാതെ രോഹിത്തിന് മാത്രം ജാമ്യം കിട്ടിയതിൽ ചെറിയൊരു അമർഷം ശിവന്റെ മനസ്സിലുമുണ്ട്.
അത് ബാലചന്ദ്രനോട് കോടതി വരാന്തയിൽ വെച്ച് തന്നെ ശിവശങ്കർ ചോദിക്കുകയും ചെയ്തായിരുന്നു. ശരണ്യെ കൊണ്ട് രോഹിത് നിരപരാധിയാണെന്നും ഒഴിമാറ്റി പറയിപ്പിച്ചത് അലീനയും ബാലചന്ദ്രനും കൂടി ചേർന്നിട്ടാണെന്നാണ് ശിവശങ്കർ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനു ആ സമയത്ത് പറയുന്നുണ്ട്, അച്ഛ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. രോഹിത് നിരപരാധിയാണെന്ന് ശരണ്യ തന്നെ അലീനയോട് പറഞ്ഞ നിമിഷം ഞാനും ബാലചന്ദ്രനും ഒക്കെ പറഞ്ഞതാ. രോഹിത് നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തണം, മൊഴി മാറ്റി പറയിപ്പിക്കണം. അവൻ തെറ്റുകാരനല്ലെന്നുള്ളത് ഈ സമൂഹത്തോട് വിളിച്ചു പറയണം. അവന് നീതി കിട്ടണം. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവൻ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? അതുകൊണ്ട് ശരണ്യയോട് ചെറിയ രീതിക്ക് ഇക്കാര്യം സൂചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്നാ പറഞ്ഞത്. അതുപോലെ രോഹിത്തിന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ശരണ്യോട് അവൾ സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ രോഹിയെ മാത്രം രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് അവൾക്കൊരു വിചാരം ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ അത് എപ്പോഴേ ചെയ്തേനെ അച്ഛാ. പക്ഷെ അവൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? രോഹിത് തെറ്റൊന്നും ചെയ്തു കാണില്ലായിരിക്കും, പക്ഷേ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചല്ലേ പ്ലാൻ ചെയ്തത്. ശരണ്യെ അപായപ്പെടുത്താനും ഉപദ്രവിക്കാനും ഇവരെല്ലാരും ഒന്നിച്ചവിടെ കൂടിയതല്ലേ. അപ്പോൾ പിന്നെ അവൻ തെറ്റുകാരനല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതിലൊക്കെ ഒരു പങ്കാളിത്തം അവനുമുണ്ട്. അവനും അന്ന് ആ ഉദ്ദേശത്തിലാണല്ലോ അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ശരണ്യോട് ചോദിക്കില്ല എന്ന് തന്നെ അവൾ പറഞ്ഞത്. അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അലീനയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അവൾക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രമേ അവൾ ചെയ്യുള്ളൂ വെച്ചാ. അതുകൊണ്ട് അവൾ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ മനു പറയുന്നുണ്ട്. എന്നാലും ശിവശങ്കറിന് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ. സ്വന്തം മകനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം ശിവശങ്കറിന്റെ മുഖത്തും കാണാനുണ്ട്. പിന്നെ അമ്മയുടെ കാര്യം. അമ്മയ്ക്ക് ഇപ്പോൾ ഹരി പുറത്തിറങ്ങാത്തലല്ല വിഷമം, രോഹിത്തിന് ജാമ്യം കിട്ടിയല്ലോ നോക്കുമ്പോഴേ അമ്മയ്ക്ക് വിഷമം എന്ന് പറയുകയാണ്. ശിവൻ ആകെ മനസ്സുമടിച്ച് തളർന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയും നാളും ഈ കേസിന്റെ പിന്നാലെ നെട്ടോട്ട് ഓടിയിട്ടും ഒന്നും അടുപ്പിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ശിവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ശിവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ ഞാൻ കയറി പോയാലെന്ന് ഓർക്കുക. ഇപ്പൊ തന്നെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ തന്നെ കമ്പനിന്ന് വിളിച്ചോണ്ടിരിക്കുകയല്ലേ. എന്തിനാ വെറുതെ ഉള്ള ജോലിയും കൂടി കളയുന്നേ? ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്ത ഹിയറിങ്ങിന് വിളിപ്പിക്കുമ്പോഴും ഇത് തന്നെയായിരിക്കുമല്ലോ അവസ്ഥ. ആ കുട്ടി എന്തായാലും സത്യങ്ങളൊക്കെ ജഡ്ജിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഹരിയാണ് ഒന്നാം പ്രതി എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ 15 ദിവസത്തെ റിമാൻഡിംഗ് പീരീഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ വിധിക്കുമല്ലോ. ശിഷ്ടകാലം അവൻ ഇനി ജയിലിൽ കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ തന്നെ ശിവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. തിരിച്ചറിയൽ പരേഡിൽ അവൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ റിമാൻഡിംഗ് പീരീഡ് കഴിയുമ്പോഴേക്കും അവരെ നേരെ സെൻട്രൽ ജയിലിലേക്ക് ആക്കും. അതൊന്നും കാണാനുള്ള മനഃശക്തിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ കയറി പോയാലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുക. അപ്പൊ മനു പറയുന്നുണ്ട്, അത് തന്നെ അച്ഛൻ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. എന്തിനാ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കണം? ഉള്ള ജോലിയും കളഞ്ഞ് വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്നാ കാര്യം? ഞാനും എറണാകുളത്തേക്ക് പോയാലോ എന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത റിമാൻഡിംഗ് പീരീഡ് കഴിയാറാകുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമല പറയുന്നുണ്ട്, ഓഹോ അപ്പൊ എന്നെ തന്നെ ആക്കിച്ച് രണ്ടുപേരും ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയല്ലേ? കൊള്ളാം, അസ്സലായി. ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ രണ്ടുപേരും എല്ലാം എന്റെ തലയിലോട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ അവന്റെ കാര്യം ആര് നോക്കും? ഹരിയുടെ കാര്യം. ഞാനൊരു പെണ്ണാ, ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ഞാൻ എന്തിനൊക്കെ ഓടും? ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് എന്നാ ചെയ്യാനാ? എനിക്ക് എന്നതൊക്കെയാ ചെയ്യേണ്ടത്? എല്ലാം എന്റെ തലയിലോട്ട് വെച്ചിട്ട് പോകാനാണെങ്കിലേ അത് നടക്കുകയില്ല എന്നൊക്കെ തന്നെ കമല പറയുക കേട്ടോ. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അതെന്തിനാ കമല നീ അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ പണികളെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും നീ നേരെ നിന്റെ മോനെ കാണാൻ ജയിലിലേക്ക് പോകണം. അവനെ പോയി കണ്ടേച്ചു വരണം. ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. എന്നിട്ടും അത് പോരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീയല്ലേ? എന്നാ ഇനിയിപ്പോ കുറച്ചു കാലം നീ ഇതിന്റെയൊക്കെ പിന്നാലെ നടക്ക്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിന്റെ മോനെ നീ തന്നെ ജാമ്യം മേടിച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ ശിവൻ. അപ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ലാതെ പിന്നെ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ എന്നിങ്ങനെ ചോദിക്കാട്ടോ ശിവൻ. ഞാനെന്തായാലും പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ മുകളിലേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് മനു മുത്തശ്ശിനെ ഒന്ന് കാണട്ടെ എന്ന് പറയാൻ മുത്തശ്ശിയുടെ റൂമിലേക്കും ചെല്ലുകയാണ്. എന്തായി മോനെ കാര്യങ്ങള്? കമല ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്ന കേട്ടല്ലോ, അവർക്ക് ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും മനു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. രോഹിത് നിരപരാധിയാണെന്നും രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതും ആ പെണ്ണിനെ അറിയാമല്ലോ മുത്തശ്ശി. അതുകൊണ്ട് തന്നെ ഇന്ന് അവള് കോടതിയിൽ വന്നപ്പോൾ സത്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് രോഹിത്തിന് ജാമ്യം കിട്ടി. ഹരിക്കും ഹരിയുടെ ഫ്രണ്ട്സിനും ജാമ്യം കിട്ടിയില്ല. ഹരി ഈ കേസിലെ ഒന്നാം പ്രതിയല്ലേ. അവന് പിന്നെ എങ്ങനെ ജാമ്യം കിട്ടാനാ? അതിന്റെ കലിയ അമ്മ ഈ കാണിക്കുന്നത്. സ്വന്തം മകന് ജാമ്യം കിട്ടാത്തതിലല്ല അമ്മയ്ക്ക് വിഷമം, രോഹിത്തിന് ജാമ്യം കിട്ടിയതിലാ വിഷമം. അവനും കൂടെ ജയിലിലായിരുന്നെങ്കിലേ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും ഹരിക്ക് കൂടി ജാമ്യം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അലീന ആ പെണ്ണിനോട് പറഞ്ഞായിരുന്നുവെങ്കിൽ ഹരിക്കും കൂടി ജാമ്യം കിട്ടുമായിരുന്നോ മോനെ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല മുത്തശ്ശി. ശരണ്യ ഇപ്പോൾ രോഹിത് നിരപരാധിയാണെന്ന് പറഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞു ഒന്നും അലീനയുടെ സ്വാധീനം കൊണ്ടല്ല. അവള് രോഹിത്തിന്റെ കാര്യം ശരണ്യോട് സംസാരിച്ചിട്ടേ ഇല്ല. ഞാനും ബാലചന്ദ്രനങ്ങളും ഒക്കെ അവളോട് പറഞ്ഞതാ രോഹിത്തിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ.
അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ വെറുതെ ശിക്ഷ അനുഭവിക്കുന്നത്? അവന് നീതി കിട്ടണ്ടേ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് സമൂഹത്തിനെ അറിയിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അവനും ശരണയെ അപായപ്പെടുത്താനും ഉപദ്രവിക്കാനും ഒക്കെ കൂട്ടുനിന്നവനല്ലേ. അവനും ഇവരുടെ ഒപ്പം പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നവനല്ലേ. അതുകൊണ്ട് അവനും അങ്ങനൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ പോയത്. അതുകൊണ്ട് ഒരിക്കലും ശരണയുടെ മുമ്പിൽ രോഹിത്തിന് വേണ്ടി ഒന്നും പറയില്ലെന്ന് തന്നെ അവൾ പറഞ്ഞത്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാ മുത്തശ്ശി. ശരണ്യയുടെ മനസ്സിൽ ശരിയും തോന്നുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവളെ എല്ലാരും കൂടി അതിജീവിതയാണെന്നും പറഞ്ഞ് റൂമിനകത്ത് അടച്ചിട്ടപ്പോൾ പോലും അലീന അവിടെ ചെന്ന് അവളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും അവൾക്ക് വേണ്ട ധൈര്യം പകരുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് മാത്രം അവൾ കോടതിയിൽ സത്യം പറഞ്ഞതും രോഹിത്ത് നിരപരാധിയാണെന്നും പറഞ്ഞ് അവന് ജാമ്യം കിട്ടിയതും അതൊന്നും തന്നെ അലീന പറഞ്ഞിട്ടുമില്ല, അവളോടൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അലീനയുടെ സ്വഭാവം മുത്തശ്ശിക്ക് അറിയാമല്ലോ. അവളെ കൈപിടിച്ചുയർത്താൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞ് അവൾ പോയത്. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മുത്തശ്ശി. രോഹിത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ആർക്ക് വേണ്ടിയിട്ടും ശരണ്യോട് അവൾ ഒരു കാര്യവും സംസാരിക്കില്ല. അവളുടെ മനസ്സിലെ ഉദ്ദേശം അവളൊരു ബാധിക്കപ്പെട്ട പെൺകുട്ടിയാണെന്നും അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തണമെന്നും മാത്രമായിരുന്നു. അത് അവൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ മുത്തശ്ശിയോട് മനു പറയുക കേട്ടോ. മുത്തശ്ശിക്ക് രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് കേട്ടപ്പോൾ സന്തോഷവും ഹരിക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടവും വരുന്നുണ്ട്. രണ്ടുപേരും മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ തന്നെയാണല്ലോ, രണ്ടുപേരും ഒരേ പ്രായക്കാരും. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വൈജയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞോ മോനെ, രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് വൈജ അറിഞ്ഞോന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ എപ്പോഴേ ബബിത പറഞ്ഞിട്ടുണ്ടാകും. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബബിത കൃത്യമായിട്ട് വൈജാന്റിയെ വിളിച്ച് അറിയിക്കാറുണ്ടല്ലോ. വൈജാന്റി എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. അല്ല മുത്തശ്ശി, വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ? വൈജാന്റി വേറെ വീട് വാടകയ്ക്ക് എടുത്ത കാര്യം. അത് മുത്തശ്ശിയോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല മോനെ, എന്നോട് ആര് പറയാനാ? ഞാൻ പറഞ്ഞല്ലോ, ഒരല്പമെങ്കിലും മനുഷ്യപ്പറ്റുള്ളത് നിനക്ക് മാത്രമാ. നീ വന്ന് പറയുമ്പോഴാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്ന തന്നെ. കമലയോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ അതിന് അവൾ മറുപടി പറയാൻ തോന്നുന്നുണ്ടോ? പിന്നെ ആരോട് ചോദിക്കാനാ? നീ വല്ലപ്പോഴും വരുമ്പം എന്നെ വന്ന് കാണുന്നുണ്ടല്ലോ, അതാ എൻ്റെ ആശ്വാസം എന്ന് പറയുക കേട്ടോ മുത്തശ്ശി. അല്ല മോനെ, വൈജ വേറെ വീടെടുത്തോ, താമസം മാറാൻ പോവാന്ന് നിന്നോട് പറഞ്ഞോ? വേറെ വീടെടുത്തോ അവള് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പിന്നെ വീടൊക്കെ സെറ്റായി മുത്തശ്ശി, ഇനി ഡിസ്ചാർജ് ആകേണ്ട താമസമേ ഉള്ളൂ. കാലിലെ പ്ലാസ്റ്റർ കട്ട് ചെയ്താൽ നേരെ അങ്ങോട്ടേക്ക് പോകുന്നാ പറയുന്നത്. ബബിതയും രോഹിതും ഒക്കെ വൈജാന്റിയുടെ കൂടെ ചെല്ലുമെന്നും പറഞ്ഞുകൊണ്ടാ വൈജാന്റി എല്ലാത്തിനും ഒരുങ്ങി തിരിച്ചേക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്കിൾ എന്നാ പറയാനാ മുത്തശ്ശി? വൈജാന്റി സ്വയമേ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ ഇത്. അങ്കിള് പറഞ്ഞാൽ മാത്രം വൈജാന്റി അതൊക്കെ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. വൈജാന്റിക്ക് എപ്പോഴും വൈജാന്റിയുടെ വാശിയും വൈരാഗ്യവും ഒക്കെ ജയിക്കണമെന്നല്ലേ ഉള്ളൂ. കയ്യും കാലും ഒടിഞ്ഞ് പരസഹായം ഇല്ലാതെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും വയ്യാത്ത വൈജാന്റിയാണ് വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറാൻ നിൽക്കുന്നത്. അവിടെ വൈജാന്റിയെ ആര് നോക്കാനാ? ബബിത നോക്കുവോ? ബബിത എല്ലാ കാര്യങ്ങളും നോക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഇതേ സമയത്ത് കടപ്പാട്ടൊരു വീട്ടിലേക്കാണ് ആന്റി പോയിരുന്നെങ്കിൽ ആന്റിക്ക് ഒരു കുറവുമില്ലാതെ അലീന നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയാനെ. പക്ഷെ അവിടെ ഈഗോ സമ്മതിക്കുന്നില്ല. അലീന ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ വൈജാന്റി ഇപ്പൊ വേറെ വീട്ടിലേക്ക് താമസം മാറുന്നത് തന്നെ. അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ അങ്ങോട്ടേക്ക് കയറില്ലെന്നും പറഞ്ഞ് പിടിച്ചു പിടിയാലെ നിൽക്കുകയല്ലേ വൈജാന്റി. കുറച്ച് നാൾ അവിടെ പോയി നിൽക്കട്ടെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. കുറച്ച് ബാങ്ക് ബാലൻസും അതുപോലെ മക്കളെ നോക്കുമെന്നും പറഞ്ഞിട്ടാണല്ലോ വൈജാന്റി ഇപ്പൊ റെഡിയായി ഇരിക്കുന്നത്. അതൊക്കെ അധിക കാലത്തേക്കില്ല മുത്തശ്ശി. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. അല്ലെങ്കിൽ മുത്തശ്ശി നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണെ. ഇവളിത് എന്ത് ഭാവിച്ചാ മോനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ടും രണ്ട് തട്ടിലായിക്കഴിഞ്ഞാൽ ആ മക്കളുടെ ഭാവി എന്താകും? അതുപോലും രണ്ടുപേരും ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച മുത്തശ്ശി സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മുത്തശ്ശി, എല്ലാം കർമ്മ. അവനവൻ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് കേട്ടിട്ടില്ലേ? വൈജാന്റി കാണിച്ചു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ വൈജാന്റിക്ക് ശിക്ഷ കിട്ടുന്നതായിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി. എല്ലാത്തിനും അലീന ഒരു നിമിത്തമായി എന്ന് മാത്രം. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ മനു നീ അങ്ങനെ പറഞ്ഞേ? അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് അറിയാവല്ലോ കാര്യങ്ങള്. വൈജാന്റി എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ മുത്തശ്ശിക്ക് അറിയാവല്ലോ. അവനവന്റെ ഭാഗത്ത് ഇത്രയും വലിയ തെറ്റുകളൊക്കെ ഉള്ളപ്പം ആരാണ് മുത്തശ്ശി ഇവിടെ അടങ്ങി ഒതുങ്ങി പോകേണ്ടത്? സ്വന്തം തെറ്റ് മനസ്സിലാക്കി കിട്ടിയ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കേണ്ടത് ആരായിരുന്നു? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വൈജാന്റി ഡിവോഴ്സ് നോട്ടീസൊക്കെ അയച്ചല്ലോ. ഇനിയിപ്പോൾ അങ്കിള് നേരിട്ട് കോടതിയിൽ കണ്ടോളാന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായി തീരുമെന്ന് കണ്ടറിയണം മുത്തശ്ശി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അല്ല മോനെ, ശിവൻ എന്തിയേ? ശിവനെ കണ്ടേ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അച്ഛനവിടെ ഇരിപ്പുണ്ട് മുത്തശ്ശി. അച്ഛനും ആകെ തളർന്നിരിക്കുക. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ ദുബായിലേക്ക് കയറി പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അവന്മാർക്ക് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല. പീഡന കേസല്ലേ, കുറഞ്ഞത് 10 വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിങ്ങനെ പറയുമ്പോഴേക്കും 10 വർഷമോ? എടാ മോനെ, എന്തെങ്കിലും കാണിച്ച് അവനെ പുറത്തിറക്കാൻ നോക്കണേടാ.
10 വർഷം എന്നൊക്കെ പറയുമ്പം ഹരിക്ക് പിന്നെ നല്ലൊരു ജീവിതം ഉണ്ടാവൂടാ, ഹരിയുടെ ഭാവി തന്നെ പോവുകയല്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഇതൊക്കെ ആര് വരുത്തി വെച്ചതാ മുത്തശ്ശി? ഇതൊക്കെ അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ? എല്ലാ സൗകര്യങ്ങളും സുഖവും ഒക്കെ ഉണ്ടായിട്ടും അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചതല്ലേ ഇതൊക്കെ? അതുകൊണ്ട് അവൻ തന്നെ അനുഭവിക്കട്ടെ. ഞാനും അച്ഛനും ഒക്കെ ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ നോക്കി മുത്തശ്ശി. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ല. കാശ് കൊടുത്ത് നമുക്ക് ഹരിയെ പുറത്തിറക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ ശിക്ഷ അവൻ അനുഭവിക്കാല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ തന്നെ മനു പറയുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഈശ്വര, എനിക്കിതൊന്നും കാണണ്ട, എനിക്കിതൊന്നും കേൾക്കാൻ വേണ്ട, എന്നെ എത്രയും പെട്ടെന്ന് അങ്ങ് എടുത്തോണേ, എനിക്കിതൊന്നും കാണാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ മനു ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ മുത്തശ്ശി, കാര്യങ്ങളൊക്കെ ഇതുപോലെ മാറി മറിയുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്നില്ലായിരുന്നല്ലോ. ഹരി ഇതുപോലെ ഒരു തോന്നിയാസം കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചല്ലോ. ഞാനും ഇന്ന് വൈകിട്ട് എറണാകുളത്തേക്ക് പോയാലും ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, എന്തിനാ വെറുതെ ഉള്ള ജോലിയും കൂടി കളയുന്നേ? അച്ഛനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞാൻ നേരെ എറണാകുളത്തേക്ക് പോകും എന്നിങ്ങനെ പറയാട്ടോ. അപ്പൊ നീയും കൂടെ പോയാൽ പിന്നെ വേറെ ആരാ മോനെ ഇവിടെ ഉള്ളത്? ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ കമലിക്ക് തന്നെ പറ്റുമോ? ശിവനും പോയി നീയും പോയാൽ പിന്നെ എങ്ങനെയാ മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞങ്ങൾ നോക്കി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എല്ലാം വിധിക്ക് വിടുക, അത്രേ ഉള്ളൂ. ഇനി ഹരിക്ക് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ല അത്ഭുതവും സംഭവിക്കണം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. എന്തായാലും മുത്തശ്ശി വിഷമിക്കണ്ട. വൈജാന്റെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറുമ്പം മുത്തശ്ശിയെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയാൽ മുത്തശ്ശിക്കും കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ. വൈജാന്റെ കെയർ ചെയ്യാനൊക്കെ ഒരു ഹോം നേഴ്സിനെ സെറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത് കേട്ടെ. അപ്പൊ മുത്തശ്ശിയുടെ കാര്യങ്ങളും അവർ നോക്കുമായിരിക്കും. ഇവിടെ കിടന്ന മുത്തശ്ശിക്ക് ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ രോഹിത്തിന് മാത്രം ജാമ്യം കിട്ടിയതിന്റെ ദേഷ്യം അമ്മയെ കാണിക്കുന്നത്. ഞങ്ങളും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ദേഷ്യം മുഴുവൻ മുത്തശ്ശിയോട് തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈജാന്റെ അങ്ങോട്ടേക്ക് താമസം മാറുവാണെങ്കിൽ മുത്തശ്ശിയും കൂടെ പൊയ്ക്കോന്നൊക്കെ തന്നെ പറയാ കേട്ടോ മനു. പിന്നെ മുത്തശ്ശി സമയം കിട്ടും പോലെ വൈജാന്റെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്. നന്നാവില്ലെന്നറിയാം, എന്നാലും ഒന്ന് ഉപദേശിച്ച് നോക്ക്. 2 പെൺകുട്ടികൾ വളർന്നു വരികയല്ലേ, അവരുടെ ജീവിതം കൂടെ നോക്കണമല്ലോ. ഇവർക്കിടയിലുള്ള വാശി കാരണം ആ കുട്ടികളുടെ ജീവിതം കൂടെ എന്തിനാ വെറുതെ നശിപ്പിച്ച് കളയുന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ വൈജാന്റിയുടെ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അങ്കിളിനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ വൈജാന്റി ഇതുപോലുള്ള സാഹസ്യങ്ങളൊക്കെ കാണിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ആർക്ക് എന്ത് നഷ്ടം ഉണ്ടായത്? മുത്തശ്ശിയുടെ മോളുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം ബാലചന്ദ്രൻ ഞങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് മുത്തശ്ശിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ മുത്തശ്ശി തന്നെ വൈജാന്റിയെ ഉപദേശിക്കണം. ഒരു കുടുംബം തല്ലിപ്പിരിഞ്ഞു പോകുന്നത് കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എടാ മോനെ, അതിന് നമ്മൾ അവളെ മാത്രം ഉപദേശിച്ചിട്ട് എന്താ കാര്യം? അതിന് അവനും കൂടെ ഒരു മനസ്സ് തോന്നണ്ടേ? ആ അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ടാ വൈദ്യ തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാന്ന് പറഞ്ഞല്ലേ? അലീനെ അവിടുന്ന് പറഞ്ഞു വിടാത്തോണ്ടല്ലേ അവളും ഇത്രയും വാശി കാണിക്കുന്നത്? ആ അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുകയില്ലടാ മനു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, മുത്തശ്ശി, ഇവിടെ അലീന ഒരു പ്രശ്നമല്ല. അപ്പോൾ ഉടനെ മനു ചോദിക്കുന്നുണ്ട്, അതിന് അലീന എന്ത് ചെയ്തു മുത്തശ്ശി? അലീന അല്ലല്ലോ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഫുൾ കാരണം വൈജാന്റി മാത്രമാ. വൈജാന്റിയുടെ അഹങ്കാരവും ധിക്കാരവും അഹംഭാവവും ആ ഒരു വാശിയൊക്കെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. ഒന്നുമില്ലെങ്കിലും അങ്കിളിനോടുള്ള വാശി തീർക്കാൻ വേണ്ടി പാതിരാത്രി വീട് വിട്ട് ഇറങ്ങി. എന്നിട്ട് ആക്സിഡന്റ് ആയി കൈയും കാലും ഒടിഞ്ഞ് ഇപ്പൊ ഏത് അവസ്ഥയിലാണ് കിടക്കുന്നത്? അതും അലീന കാരണം സംഭവിച്ചതാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. കൊള്ളാം, എല്ലാവരുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണല്ലേ. ആവശ്യമുള്ളപ്പോൾ എല്ലാവരും നല്ലവരാ, അല്ലാത്തപ്പോൾ എല്ലാവരും ചീത്തയാ. അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും എന്നിങ്ങനെ പറയുക കേട്ടോ. എന്തായാലും ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട് തന്നെ മനു അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കടപ്പാട്ടൊരു വീട്ടിലെ രോഹിത് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. രോഹിത്തിന് ജാമ്യം കിട്ടി എന്നുള്ള വിവരവും രോഹിത്തേട്ടൻ വീട്ടിലേക്ക് വന്നെന്നുള്ള കാര്യങ്ങളെല്ലാം വൈജയോട് വിളിച്ച് പറയുന്നുണ്ട് ബബിത. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും വീണ്ടും വൈജ ബബിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, രോഹിത് എന്നെ അടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, രോഹിട്ടൻ വന്ന വാഴ റൂമിലേക്ക് കയറി കഥ അടച്ചതാ, പിന്നെ അവിടെ നിന്ന് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. വന്നപ്പോൾ മുതലേ റൂമിലിരിക്കുക, ആരോടും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഞങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. എന്തായാലും 2-3 ദിവസം രോഹിട്ടനെ ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ വലിയൊരു നാണക്കേടായി മാറിയതല്ലേ. തന്നെയുമല്ല പോലീസുകാരുടെ ഇടിയൊക്കെ കൊണ്ട് ആകെ ചതഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് ഒന്നും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കരുതെന്നും അവനെ ഫ്രീ ആയിട്ട് വിടണമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രോഹിട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. എന്തായാലും നാളെ രോഹിട്ടൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, എന്നാ അവൻ റെസ്റ്റ് എടുക്കട്ടെ. പാവം എൻ്റെ കുഞ്ഞിനെ ആ പോലീസുകാരെല്ലാവരും കൂടി ഇടിച്ച് തല്ലി ചതച്ചതല്ലേ. വൈജ ചോദിക്കുന്നുണ്ട്, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നോ? അവനൊരു ചെക്കപ്പ് നടത്തിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇല്ല, അച്ഛൻ നേരെ രോഹിട്ടനെ ഇങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് വന്നത്. വന്നപ്പോൾ മുതൽ രോഹിയുടെ റൂമിനകത്ത് തന്നെയാ. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം സംസാരിച്ചപ്പം എങ്ങും പോകണ്ടാന്നാ രോഹിട്ടൻ അച്ഛനോട് പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. എന്തായാലും ഇന്ന് രോഹിട്ട് റെസ്റ്റ് എടുക്കട്ടെ, നാളെ നമുക്ക് സംസാരിക്കാം. വീട് മാറുന്ന കാര്യവും രോഹിട്ടനോട് നാളെ സംസാരിക്കാൻ തന്നെ പറയുക കേട്ടോ വൈജ.
അതിനുശേഷം രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രോഹിത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുമില്ല. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ അച്ഛാ രോഹിയേട്ടനെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. രോഹിയേട്ടൻ വന്നപ്പോൾ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, രോഹിയേട്ടന് വിശപ്പൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അവന് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ താഴോട്ട് ഇറങ്ങി വന്നോളും. എന്തായാലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവനൊന്ന് ഓക്കെ ആകട്ടെ, നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി എഴുന്നേക്കട്ടെ, അവൻ്റെ ക്ഷീണമൊക്കെ അപ്പോഴേ മാറുള്ളൂ. പോലീസുകാരെല്ലാവരും കൂടി ഇടിച്ച് ചതച്ചിട്ടേക്കുമല്ലേ, നല്ല ബോഡി പെയിൻ ഉണ്ടാവും. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞാൻ അവനോട് പോയി ചോദിച്ചിട്ട് വരാം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവന് റൂമിലോട്ട് എത്തിച്ച് കൊടുക്കാമല്ലോ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാൻ എന്നാൽ ഫുഡ് എടുക്കാം അച്ഛാ എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ അലീന. അപ്പോഴേക്കും പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാൻ ആദ്യം പോയി അവനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, അവൻ ഉറക്കമാണെങ്കിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, എന്തായാലും ചോദിച്ചിട്ട് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രോഹിത്തിന്റെ മുറിയിലേക്ക് ചെന്ന് ഡോറിൽ 2-3 തവണ മുട്ടുന്നുണ്ടെങ്കിലും രോഹിത്ത് നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം പോലീസുകാർ രോഹിത്തിനെ ഒരുപാട് തല്ലി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ് രോഹിത്തിനും. അതുകൊണ്ട് രോഹിത്തിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ തന്നെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ബബിതയോടും കൃഷ്ണമോളോടും അലീനയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, 2-3 തവണ ഞാൻ അവനെ മുട്ടി വിളിച്ചു, അവൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു, എന്തായാലും അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവൻ നല്ലതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ. അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ അവൻ്റെ റൂമിൽ കുടിക്കാൻ നീ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും, ഉവച്ച വെള്ളവും ഗ്ലാസ് ഞാനവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുക. അതെന്തായാലും നന്നായി, എഴുന്നേക്കം വെച്ചിട്ട് വെള്ളം കുടിക്കണം തോന്നിയാൽ വെച്ച് കുടിക്കാമല്ലോ, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഈ മേശപ്പുറത്ത് വെച്ചേരെ മോളെ, അഥവാ ഇനി നമ്മൾ കിടന്നു കഴിഞ്ഞാണ് അവൻ ഇറങ്ങി വരുന്നെങ്കിൽ അവൻ അതെടുത്ത് കഴിച്ചോളുമല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ. ആ ശരി അച്ഛാ, ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചോളാം എന്നൊക്കെ തന്നെ അലീന പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം അലീന കിച്ചണിലെ പണിയെല്ലാം തീർത്തിട്ട് തന്നെ കിടക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്ത് ഒന്നും തന്നെ രോഹിത് താഴോട്ട് ഇറങ്ങി വന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പോലും രോഹിത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല. ബാലചന്ദ്രൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും തന്നെ അലീന ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മോളെ രോഹിത് എഴുന്നേറ്റ് വന്നായിരുന്നോ, ചായ കൊടുത്തോ നീ അവന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ലച്ചാ രോഹിത് ഇതുവരെ താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ല, അവനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ മുകളിലേക്ക് കയറി പോയുമില്ല എന്നിങ്ങനെ അലീന പറയുക കേട്ടോ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, എന്നാ രോഹിയേട്ടനുള്ള ചായ ഇങ്ങനെ എടുത്തോ, ഞാൻ രോഹിയേട്ടന് ചായ കൊണ്ട് കൊടുക്കാം എന്ന് പറയുക കേട്ടോ ബബിത. രോഹിത്തിനുള്ള ചായയുമായിട്ട് ബബിത മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. 2-3 തവണ രോഹിത്തിന്റെ മുറിയുടെ ഡോറിൽ മുട്ടുമ്പോഴേക്കും രോഹിത്ത് വാതിൽ തുറന്നിട്ട് ബബിതയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്താന്ന് ചോദിച്ചോണ്ട് തന്നെ രോഹിത്ത് ഭയങ്കര ദേഷ്യത്തിൽ ബബിതയോട് സംസാരിക്കുകയാണേ. രോഹിയേട്ടാ ഞാൻ ചായയും കൊണ്ട് വന്നതാ എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് ചായ ഒന്നും വേണ്ട, ഇനി ഇതും പറഞ്ഞ് എൻ്റെ റൂമിൽ വന്ന് എന്നെ ശല്യം ചെയ്യരുത്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇച്ചിരി സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഡോറ് വലിച്ചടക്കിയ കേട്ടോ. ബബിതയ്ക്ക് അത് നല്ല വിഷമമായിട്ടുണ്ട്. ബബിത രോഹിത്തിനോട് സംസാരിച്ച് ഇപ്പോൾ രോഹിത്തിന്റെ മൈൻഡ് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാണ്. പക്ഷേ രോഹിത്തിന്റെ ആ ഒരു പെരുമാറ്റം ബബിതയ്ക്ക് നല്ല വിഷമമാക്കുകയും ചെയ്തു. തിരിച്ച് ബബിത അതുപോലെ തന്നെ താഴേക്ക് വന്നിട്ട് ബാലചന്ദ്രനോടും കൃഷ്ണമോളോടും അലീനയോടും രോഹിത് ഇങ്ങനെയാണ് തന്നോട് പെരുമാറിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛാ നമ്മളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തായാലും നമുക്ക് 1-2 ദിവസം അവനെ വെറുതെ വിടാ അച്ഛാ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അതിനവൻ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഒന്നും കഴിക്കാതെയും കുടിക്കാതെ ഇരുന്നാൽ വീണ്ടും അവശതയാകുകയല്ലേ ഉള്ളൂ, അവന് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആഹാരത്തോട് കാണിക്കേണ്ട കാര്യമുണ്ടോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, എന്തായാലും കുറച്ച് കഴിയുമ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ചെല്ലാന്ന് തന്നെ അലീന പറയുന്നുണ്ട്. ഉടനെ ബബിത ഒരു പുച്ഛത്തോടെ തന്നെ പറയുന്നുണ്ട്, ചെല്ല്, രോഹിട്ടിന്റെ വായിലുള്ളത് മുഴുവൻ കേൾക്കാം, ഇപ്പൊ ആള് നല്ല മൈൻഡില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബബിത കളിയാക്കുന്നത്. എന്തായാലും അലീന അതൊന്നും തന്നെ വക വെക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അലീന രോഹത്തിന് റൂമിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കാനായിട്ട് എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വൈജ രോഹത്തിനെ വിളിക്കുകയാണ് കേട്ടോ. വൈജ എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നമ്മൾ ഇനി ഈ ആഴ്ച തികച്ച് അവിടെ നിൽക്കില്ല, അമ്മ ഡിസ്ചാർജ് ആകാൻ പോവുക, കാലിലെ പ്ലാസ്റ്റർ കട്ട് ചെയ്താൽ നമ്മൾ നേരെ വേറെ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നത്, അവിടെ നമുക്ക് ശല്യമായിട്ട് ആരും ഉണ്ടാവില്ല, ആ അലീന എന്ന് പറയുന്ന പിശാചിന്റെ ശല്യം നമുക്കിനി ഉണ്ടാവില്ല, അമ്മ വീടൊക്കെ നോക്കിക്കഴിഞ്ഞു, മോന്റെ വാട്സപ്പിലേക്ക് അമ്മ ആ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം, എന്തായാലും ബബിതയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബബിത ഇന്നലെ കയറി വന്നപ്പോൾ മോൻ എന്തിനാ അത്രയും ദേഷ്യപ്പെട്ടെ, അതവർക്ക് നല്ല സങ്കടമായിട്ടുണ്ട്, എന്തായാലും കഴിഞ്ഞു പോയ കാര്യമൊന്നും ഓർത്ത് മോൻ ടെൻഷൻ ആകണ്ട, മോന്റെ കൂടെ അമ്മയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്ത് വൈദ്യയോട് സംസാരിച്ചുകൊണ്ട് തന്നെ രോഹിത് പുറത്തേക്ക് ഇറങ്ങി ആ ബാൽക്കണിയിലേക്കൊക്കെ ഒന്ന് ചെന്നിട്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അലീന ഫുഡുമായിട്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നതും. ഫുഡ് അവിടെ ടേബിളിൽ വെച്ചതിന് ശേഷം രോഹിത്തിനെ അവിടെ നോക്കുന്നുണ്ടെങ്കിലും രോഹിത്തിനെ കാണുന്നില്ല. വൈദ്യയോട് സംസാരിച്ചതിന് ശേഷം രോഹിത്തിന്റെ മുറിയിലേക്ക് രോഹിത് തിരിച്ചെത്തുമ്പോഴേക്കും അവിടെ അലീനയെ കാണുന്നുണ്ട്. അലീനയെ കണ്ടപാടെ അവന് ദേഷ്യം കൂടുകയാണ് കേട്ടോ ചെയ്തത്. അവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ എൻ്റെ റൂമിലേക്ക് കയറിയത്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ റൂമിൽ വന്നു പോകരുതെന്ന്, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നതാ,
താഴേക്ക് ഇറങ്ങി വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുതരാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ വെച്ചിട്ടുണ്ട്, കഴിച്ചു കഴിയുമ്പോഴേക്കും അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ തന്നെ അലീനെ സൗമ്യമായിട്ട് പറയുക കേട്ടോ. അപ്പോഴേക്കും രോഹിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മനസ്സിൽ മുഴുവൻ വൈജ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി അധികം നാൾ ഇവളുടെ മുഖം കണ്ടുകൊണ്ട് ഇവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ വേറെ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയ പാത്രങ്ങൾ മുഴുവൻ നമ്മുടെ രോഹിത്ത് തട്ടി താഴെ ഇടുന്നുണ്ട്. നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട, നിന്റെ ഒരു സേവനവും എനിക്ക് ആവശ്യമില്ല, എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുത്, നിന്നെ എനിക്ക് കാണുന്നത് പോലും ദേഷ്യ എന്നുള്ള മട്ടിൽ തന്നെ രോഹിത്ത് ആ പാത്രങ്ങൾ മുഴുവൻ തട്ടിത്തെറിപ്പിച്ചു കേട്ടോ. ആ കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ മുഴുവൻ നിലത്ത് പോവുകയാണ്. ഈ സമയത്ത് അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് അലീന രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, നിനക്ക് ഞാൻ ആഹാരം കൊണ്ടു തന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ ഈ ആഹാരം ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ എത്രയോ മനുഷ്യർ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും രോഹിത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക കേട്ടോ. രോഹിത് ആ സമയത്ത് പറയുന്നുണ്ട്, നീ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലെ നാശം. നിനക്ക് ഇനിയും മതിയായില്ല അല്ലേ? എൻ്റെ അച്ഛനെ അമ്മയും തമ്മിൽ പിരിയിപ്പിച്ചു. ഈ കുടുംബത്തിൽ നീ വന്നേ പിന്നെ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാടി ഉണ്ടായത്. എല്ലാ തരത്തിലും സമാധാനം നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഈ അവസ്ഥയിൽ കിടക്കുന്ന പോലും നീ ഒറ്റയൊരുത്തി കാരണമാ. എന്നിട്ട് അവൾ എൻ്റെ മുമ്പിൽ വന്ന് വർത്താനം പറയുന്നു. എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോവാ. അമ്മ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോകും. എനിക്ക് പിന്നെ നിന്റെ മുഖം ഒന്നും ഇവിടെ കാണണ്ടല്ലോ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും എനിക്ക് പിന്നെ കാണേണ്ടി വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് നേരെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രനും കൃഷ്ണമോളും ഭവതിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഈ അലീന ഫുഡ് കൊണ്ട് കൊടുത്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത് അവർ കേട്ടുകൊണ്ടാണ് കേട്ടോ കയറി വരുന്നതും. എന്തായാലും ഭവതിക്ക് രോഹിത് അലീനയോട് ഇങ്ങനെ പെരുമാറിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷവും അലീനയോടുള്ള പുച്ഛവും കാണാം. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഭവതിയോടും കൃഷ്ണമോളോടും അവിടെയൊക്കെ വൃത്തിയാക്കാൻ പറയുകയാണ്. അവരവിടെ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം അലീനയോടും ചെല്ലാൻ പറയുന്നുണ്ട്. അതിനുശേഷം രോഹിത് ബാലചന്ദ്രനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് കേട്ടോ. അമ്മ പുതിയ വാടക വീട് നോക്കിയിട്ടുണ്ടെന്നും ആ വീട്ടിലേക്ക് അമ്മയുടെ കൂടെ ഞാൻ പോകുമെന്നൊക്കെ തന്നെ രോഹിത് പറയുന്നുണ്ട്. നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി, നീ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാനും അലീനയും എത്രമാത്രം ബുദ്ധിമുട്ടി, ആരെയൊക്കെ പോയി കണ്ടു, ആരോടൊക്കെ സംസാരിച്ചു, ആരുടെയൊക്കെ കാലിൽ വീണു, കേണ അപേക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ ആ സമയത്ത് രോഹിത്തിനോട് പറയുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും തന്നെ കൂട്ടാക്കുന്നില്ല രോഹിത് ആ സമയത്തും അലീനയെ കുറ്റപ്പെടുത്തി തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇനി എന്തായാലും ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്നും അമ്മ എടുത്തേക്കുന്ന വീട്ടിലേക്ക് അമ്മയുടെ കൂടെ ഞാൻ പോവുകയാണെന്നും എനിക്കിനി അവിടെ കഴിഞ്ഞാൽ മതി, ഇവളുള്ള വീട്ടിൽ എനിക്ക് താമസിക്കേണ്ട, ഇവളുടെ ഒരു സേവനവും എനിക്ക് ആവശ്യമില്ല, ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകാതെ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, അതുപോലെ എനിക്ക് ഇവളെ കാണുന്ന തന്നെ വെറുപ്പാ, ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിർത്തുന്നവരോട് എനിക്ക് ദേഷ്യം തന്നെ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ രോഹിത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അലീനയ്ക്കും അതുപോലെ ബാലചന്ദ്രനും നല്ല വിഷമാവുന്നുണ്ട്. കാരണം രോഹിത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും ഇവൻ ഇപ്പോഴും അമ്മയുടെ കൂടെ പോവാണ്. അമ്മ പുതിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് താമസം മാറാൻ പോവാണെന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സങ്കടം വരികയാണ്. എന്തായാലും ഭവിതയും ഞാനും അമ്മയുടെ കൂടെ പോകും. കൃഷ്ണയ്ക്ക് വരാൻ താല്പര്യമില്ലെങ്കിലേ കൃഷ്ണ ഇവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ, എന്തായാലും ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നൊക്കെ തന്നെ രോഹിത് പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല രോഹിത്തെ. എന്തായാലും മേഡം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ വാടക വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ അധികകാലം ഉണ്ടാവില്ല. മേഡം അങ്ങനൊരു തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ പിന്നെ എനിക്കിവിടെ നിലനിൽക്കാനാവില്ല, ഞാൻ എങ്ങോട്ടേലും പോകും എന്നൊക്കെ തന്നെ അലീന പറയുമ്പോഴേക്കും എന്നാൽ നിനക്ക് ഇപ്പം തന്നെ അങ്ങ് പൊയ്ക്കൂടെ, അമ്മ ഡിസ്ചാർജ് ആകാൻ കാത്തു നിൽക്കുന്ന എന്തിനാ, നീ പോയാൽ തന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരും. നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മുതലാണല്ലോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. നീ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയത് അന്ന് തൊട്ടാ ഈ വീടിൻ്റെ നാശം തുടങ്ങിയത്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതും അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നതും എല്ലാം നീ കാരണമല്ലേ. അതുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പോയി തരാവോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ രോഹിത് ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അലീനയ്ക്കും ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. അലീന അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സഹായങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളും ഒന്നും തന്നെ അവർ കണക്കാക്കുന്നില്ല. സ്വന്തം അനിയൻ തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും കൂടി ഓർക്കുമ്പോഴേക്കും അലീനയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനും പറ്റുന്നില്ല. ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് നീ വൈജ മേഡത്തിൻ്റെ അടുത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഇനി അധികകാലം ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം. അച്ഛനെ ഒറ്റയ്ക്ക് ആഗ്രഹിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകരുത്, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ അലീന പറയുക കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രനെ അച്ഛൻ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും രോഹിത്തിന് ദേഷ്യം ഇരട്ടിക്കാണോട്ടോ ചെയ്യുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, അങ്ങനെ നീ ഈ വീട് വിട്ട് പോകേണ്ടവളല്ലല്ലോ, നീ ശരിക്കും ആരാന്നുള്ളതും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളതും ഇവൻ അറിയേണ്ട സമയമായി, അതുകൊണ്ട് ഇവനെ സത്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ട സമയമായി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തിനോട് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അലീന ആരാണെന്നും അലീന എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും ഇപ്പം എന്തുകൊണ്ടാണ് അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാത്തതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ആദ്യം രോഹിത് വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അവളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള വെറും കെട്ടുകഥകളാണെന്നുള്ളത് എനിക്കറിയാം.
എൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതലും നാടകമൊന്നും കളിക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ തന്നെ രോഹിത് പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അതായത് വൈജയുടെ ആഗ്രഹ ചരിത്രങ്ങളും അവിടെ വെച്ച് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ളതും അതിനുശേഷം അച്ഛനും ആങ്ങളമാരും കൂടി ആ കുഞ്ഞിനെ ഒരു ഓഫനേജിൽ കൊണ്ടാക്കിയതും ആ കുഞ്ഞാണ് അലീന എന്നുള്ള കാര്യങ്ങളും അലീന വൈജയുടെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാജീവനും ശിവനും ഗംഗേട്ടനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നേന്നും നിന്റെ അമ്മയോട് പലതവണ താക്കീത് ചെയ്തെന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പറയുക കേട്ടോ. ഇതെല്ലാം കേട്ട് വിശ്വസിക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മുടെ രോഹിത്. അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇനി അധികം നാൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്തായാലും ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനായിട്ട് അവൾ ഡിവോഴ്സ് നോട്ടീസൊക്കെ അയച്ചല്ലോ, ഞാനും അത് സൈൻ ചെയ്ത് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൾ ഫാമിലി കോർട്ടിലേക്ക് എത്തട്ടെ, അവിടെ വെച്ച് വായിച്ചുകൊള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ രോഹിത്തിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ രോഹിത് വീണ്ടും റൂമിനകത്ത് കയറി കഥ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് അലീന ഇവിടെ വന്നപ്പോൾ മുതൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കൂടപ്പിറപ്പുകളാണെന്നും കൂടപ്പിറപ്പുകളെ പോലെയാണ് കാണുന്നതെന്നും സ്വന്തം അമ്മയാണെന്നും അച്ഛനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം നമ്മുടെ രോഹിത് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് രോഹിത്തിന് തന്നെ ബോധ്യമാവുന്നുണ്ട്. എന്തായാലും അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പം അമ്മയോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നും എന്തായാലും അലീന അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മോളാണെന്നുള്ളത് ഇതുവരെ അമ്മ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അതുപോലെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയുടെ പഴയകാല ചരിത്രങ്ങളെല്ലാം അമ്മയോട് ചോദിക്കണം. എന്നിട്ട് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. അമ്മയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ രോഹിത് ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണമെന്നും അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കണമെന്നൊക്കെ നമ്മുടെ രോഹിത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അലീനയോട് മോശമായി പെരുമാറിയതിലും അവളോട് മോശമായി സംസാരിച്ചതും ഒക്കെ ഓർത്ത് രോഹിത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് വൈജയോട് ഈ കാര്യങ്ങളെല്ലാം രോഹിത് തന്നെ ചോദിക്കുകയും വൈജയുടെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയുമ്പോഴേക്കും വൈജയെ തള്ളി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്